ഒറ്റപ്പാലം മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് അജ്ഞാതർ നശിപ്പിച്ചു. പാലോട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ച ബോർഡാണ് ബ്ലേഡ് പോലുള്ള വസ്തു ഉപയോഗിച്ച് കീറിയത്. UDF നേതൃത്വം നാട്ടുകൽ പോലീസിൽ പരാതി നൽകി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വ്യാഴാഴ്ച രാത്രി സ്ഥാപിച്ച 10 അടി ഉയരവും 12 അടി വീതിയുമുള്ള ബോർഡാണ് വെള്ളിയാഴ്ച പുലർന്നപ്പോഴേക്കും നശിച്ചത്. ബ്ലേഡ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നീളത്തിൽ കീറിയ നിലയിലാണ്. UDFന്റെ വിജയം മുന്നിൽ കണ്ടുള്ള ചിലരുടെ ഭയമാണ് പ്രവർത്തിക്ക് പിന്നിലെന്ന് പ്രവാസി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി MS അലവി പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിൽ കാരണക്കാരായ ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും അവർക്കെതിരെ തക്കതായ നടപടി എടുക്കണമെന്നാണ് ഇവിടുത്തെ UDF കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടെ 9-ാം തീയതി വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ശക്തമായ ഒരു വിജയം UDFന് ഉണ്ടാകുമെന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഭവ വികാസങ്ങൾ പല ഭാഗത്തും നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണോ ഇത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഏതായാലും ഇതാരാണ് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസ് മേധാവികളുടേതാണ്. അവരത് കണ്ടുപിടിക്കട്ടെ. വ്യാഴാഴ്ച രാത്രി 11 മണി വരെ പ്രദേശത്ത് UDF പ്രവർത്തകരുണ്ടായിരുന്നു. അതിനുശേഷമാണ് സംഭവം നടന്നത്. PK ശശി ബോർഡിലല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ സ്ഥാനാർത്ഥിയാണെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ P കൃഷ്ണദാസ് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് PK ശശി എന്നുള്ള വ്യക്തി ഇവിടുത്തെ ബോർഡുകളിലോ ചുമരുകളിലല്ല, ജനങ്ങളുടെ മനസ്സിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് വലിയ ശക്തിയുള്ള ഈ പഞ്ചായത്തിൽ അവർ ചെയ്തതുപോലെ തിരിച്ചടിക്കാൻ 24 മണിക്കൂർ പോലും UDFന് വേണ്ട. പക്ഷേ ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് നീതിപൂർവമായ അന്വേഷണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. UDF നേതൃത്വത്തിന്റെ പരാതിയിൽ നാട്ടുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.